നമസ്കാരം. ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അമിത്ഷായുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രമാണ്. അതിനു മുമ്പത്തെ ദിവസം നരേന്ദ്രമോദിയുമായി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് പിറ്റേന്ന് അമിത്ഷായുമായി വി.ഡി. സതീശൻ ഈ കൂടിക്കാഴ്ച നടത്തുമ്പോൾ കേരളത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി ഇ.ഡിയുടെ ഷോ നടക്കുകയായിരുന്നു. ഈ ഷോയിൽ വി.ഡി. സതീശന് റോളുണ്ടോ? പിണറായിയെ പിടിക്കൽ എന്നതല്ലാതെ മറ്റു ലക്ഷ്യങ്ങൾ ഇ.ഡിക്കുണ്ടോ? ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും അപ്പുറം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വെച്ച് പിണറായിക്കപ്പുറത്തേക്ക് ഈ റെയ്ഡിന് മാനങ്ങളുണ്ട് എന്നതാണ് വിവരം. 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ റെയ്ഡ് രഹസ്യം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നോ എന്നതാണ് ഒന്നാമത്. അറിഞ്ഞിരുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മിണ്ടാതെ നടക്കുന്നു? സംസ്ഥാനത്തെ ക്യാബിനറ്റ് പദവി വഹിക്കുന്ന, അതായത് പ്രതിപക്ഷ നേതാവായ ഒരു ജനപ്രതിനിധിക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസി നടപടി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അത് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഉന്നത നേതൃത്വത്തെ അറിയിക്കണം. ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ. ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചുകൊണ്ട് നടത്തിയ അതീവ രഹസ്യമായ റെയ്ഡാണോ ഇന്നലെ നടന്നത്? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് പ്രകാരം താൻ അക്കാര്യം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം പരസ്യമായി തന്നെ അക്കാര്യം വ്യക്തമാക്കി. അദ്ദേഹം ആ കുറിപ്പിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലും വിവിധ കേന്ദ്രങ്ങളിലും ഇ.ഡി റെയ്ഡ് നടക്കും എന്ന് ഒരു സൂചനയും കേരള സർക്കാരിനോ പോലീസിനോ ലഭിച്ചിരുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള ഒരു സൂചനയും റെയ്ഡ് തുടങ്ങിയ ശേഷവും നൽകിയിരുന്നില്ല. റെയ്ഡ് നടക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ പ്രതിഷേധിക്കുന്നതറിഞ്ഞ് പോലീസ് സ്വമേധയാ എത്തുകയായിരുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി ചെന്നിത്തല പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നില്ലേ? ഇന്ന് രാവിലെ ഉൾപ്പെടെ 6 തവണയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഡൽഹിയിൽ പെട്ടത്. ഇന്ന് രാവിലത്തേത് കൊച്ചിയിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ട ഓരോ തവണയും ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് ഉത്തരം പറയാൻ നിൽക്കാതെ മുങ്ങുകയായിരുന്നു. മുഖ്യമന്ത്രി ഈ റെയ്ഡിനെ കുറിച്ച് അറിഞ്ഞിരുന്നോ? ദുരൂഹമായ മൗനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? പ്രധാന കോൺഗ്രസ് നേതാക്കളെ തന്നെ ഞെട്ടിക്കുന്ന സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിൽ മോഡി, വി.ഡി, ഇ.ഡി എന്ന ആരോപണത്തിന് അടിസ്ഥാനം CPM-നെ തകർത്ത് 2031-ൽ BJPക്ക് മുഖ്യ പ്രതിപക്ഷമാകുക എന്ന ലക്ഷ്യമുണ്ട് എന്ന കാര്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിനൊരു വഴിക്ക് വി.ഡിയും ഇ.ഡിയും മറ്റു പലയിടങ്ങളിലെയും പോലെ നിന്നുകൊടുക്കുകയാണ് എന്നും, എന്നാൽ അത് അവിടെ നിൽക്കില്ല എന്നുമാണ് ആക്ഷേപം. ഇന്നലെ നടന്ന വമ്പൻ റെയ്ഡിൽ വീണയുടെ സ്വകാര്യ ഫോണും എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ നിത്യോപയോഗത്തിലുള്ള HDFCയുടെ ഒരു അക്കൗണ്ടും അതിലുള്ള 1.5 ലക്ഷം രൂപയും മരവിപ്പിക്കാൻ മാത്രമാണ് ഇ.ഡിക്ക് കഴിഞ്ഞത്. മറ്റൊന്നും കിട്ടിയില്ല എന്നാണ് ഇപ്പോൾ ഇ.ഡി തന്നെ ഔദ്യോഗികമായി പുറത്തു പറയുന്നത് ചാനലുകൾ വഴി. എന്നാൽ വീണ്ടും മൊഴിയെടുക്കൽ നടപടി തുടരുകയും പിണറായി വിജയനിലേക്ക് കേസ് ബന്ധിപ്പിക്കുന്ന വഴികൾ ലഭിക്കുമെന്നാണ് അവർ മാധ്യമപ്രവർത്തകരോട് പ്രതീക്ഷകൾ പങ്കിടുന്നത്. അതേസമയം ഇന്നലത്തെ റെയ്ഡിന് ശേഷം ആകെ മരവിപ്പിച്ചത് 242 അക്കൗണ്ടുകളാണത്രേ. ആ അക്കൗണ്ടുകൾ ആരുടേതാണ് എന്ന വിവരം പക്ഷേ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ സംഗതി ചില്ലറക്കളിയല്ല. വീണയുടേത് 2 കമ്പനികൾ തമ്മിൽ തൊഴിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കരാർ പ്രകാരം ലഭിച്ച പ്രതിഫല തുക 1.72 കോടി ആണ് എന്ന കോടതികളിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ട വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. മാത്യു കുളനാടൻ്റെ നേതൃത്വത്തിൽ അങ്ങേയറ്റത്തെ കോടതി വരെ പോയിട്ടും കോടതി അത് കേസായി സ്വീകരിക്കാതെ തള്ളിക്കളയുന്നത് ഈ ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ 3 മന്ത്രിമാരെ തന്നെ കൊടുക്കും വിധമുള്ള വെളിപ്പെടുത്തലുകൾ CMRLൻ്റെ കേസിന് ആധാരമായ തെളിവ് ഇ.ഡിയുടെ കയ്യിലുണ്ട്. തെളിവ് എന്ന് പറയുന്നത് 132 കോടിയുടെ അനധികൃത പണമിടപാടിൻ്റെ വിവരങ്ങളാണ്. രേഖകളില്ലാതെ നടന്ന ഇടപാടുകൾ എന്നാണ് ഇതുവരെയുള്ള വിവരം. CMRLൻ്റെ ഉദ്യോഗസ്ഥൻ്റെ പക്കൽ നേതാക്കൾക്ക് പണം കൈമാറി എന്ന ഡയറി ഉണ്ടായിരുന്നു അത്രേ. ആ ഡയറിയിലെ ചുരുക്കെഴുത്തുകളിൽ നിന്നാണ് ഈ പേരുകളിലേക്ക് എത്തിയത് എന്ന് ഇ.ഡി തന്നെ വാർത്തകൾ പുറത്തുവിട്ടതാണ്. മനോരമ പത്രം തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. ഇ.ഡിയുടെ കയ്യിലുള്ള ഈ രേഖ, അല്ലെങ്കിൽ ഈ ഡയറി കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ OC, RC, KK, EK എന്നീ പേരുകളിലേക്കാണ് അടുത്ത ഘട്ടത്തിൽ പോവുക എന്നാണ് ഇപ്പോൾ പറയുന്ന വിവരം. അതായത് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ് എന്നിവരുടെ ചുരുക്കപ്പേരുകളാണ് അത് എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മനോരമ റിപ്പോർട്ടിലടക്കം പറഞ്ഞിരുന്നത്. അതിൻ്റെ വിശദാംശം കൂടി തേടിയുള്ള ഇ.ഡിയുടെ അടുത്ത യാത്രയുടെ ഘട്ടമാണത്രേ, അതിൻ്റെ തുടക്കമാണത്രേ ഇത് ഇന്നലത്തെ റെയ്ഡുകൾ. ഭാവിയിൽ മുഖ്യമന്ത്രി വി.ഡി സതീശന് ഭീഷണിയാകാൻ ഇടയുള്ള മന്ത്രിസഭയിലെ 2ാമൻ രമേശ് ചെന്നിത്തലയുടെ പേരാണ് അതിൽ ടേണിംഗ് പോയിന്റ്. ചെന്നിത്തല മുതൽ മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതാവ് P.K. കുഞ്ഞാലിക്കുട്ടി, വ്യവസായ മന്ത്രി, മന്ത്രിസഭയുടെ നട്ടെല്ലായ മന്ത്രിമാരുടെ പ്രധാന പേരുകളുള്ള ഡയറി. പിന്നെ മന്ത്രിസഭയിലുള്ള V.K. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനും ഉണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല അറിയാതെയും മുഖ്യമന്ത്രി അറിഞ്ഞും ഒരു റെയ്ഡ് നടന്നോ?
ആ റെയ്ഡ് നടക്കുമ്പോൾ അതിന് പിന്നാലെ മറ്റു പേരുകളിലേക്കും അതെത്തുമോ? ഈ ചോദ്യമാണ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ തന്നെ ഞെട്ടിച്ചത്. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നടത്തിയ പ്രതികരണം അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മുരളി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ED അത്ര വിശ്വാസമൊന്നുമില്ല, നാളെ അവർ ഞങ്ങളെ പിടിക്കാൻ സെക്രട്ടേറിയറ്റിലേക്കും കയറിയേക്കും എന്നാണ്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ED ആയിട്ട് കൂട്ടുകെട്ടൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ട് ED മിക്കവാറും സെക്രട്ടേറിയറ്റിലേക്കും കയറും കുറച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് EDനെ ഞങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. EDയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്കൊരു അതിനാരും സീരിയസ് ആയിട്ട് എടുക്കുന്നുമില്ല. എന്തായാലും മുഖ്യമന്ത്രി VD സതീശൻ ഇതും പതിവ് പോലെ പിണറായി BJP ഡീൽ എന്ന ആരോപണം വെച്ച് പ്രതിരോധിക്കാനാണ് വരും നാളുകളിൽ തയ്യാറാവുക എന്ന് നമുക്ക് നേരത്തെയുള്ള അനുഭവം വെച്ച് ഉറപ്പാണ്. പക്ഷേ ഉയരുന്ന സംശയങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം ഈ നീക്കത്തെ നിഷ്കളങ്കമായി കാണുന്നുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇന്നത്തെ മാതൃഭൂമി പത്രം അതിന്റെ ഗൗരവത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ട് ഞാൻ വായിക്കാം. കർത്തായുടെ ഡയറി അകലം പാലിച്ച് UDF എന്ന തലക്കെട്ടിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച അനീഷ് ജേക്കബിന്റെ വാർത്ത ഇങ്ങനെയാണ്: എക്സാലോജിക്ക് CMRL പണമിടപാട് പോലെ ഗുരുതരമല്ലെങ്കിലും കേസിൽപ്പെട്ട ശശിധരൻ കർത്തായുടെ ഡയറിയിൽ UDF നേതാക്കളുടേത് എന്ന് കരുതുന്ന പേരുകൾ ഉള്ളതിനാൽ വിഷയത്തിൽ അകലം പാലിച്ചാണ് UDFന്റെ നിൽപ്പ്. നേതാക്കളുടെ പേരുകൾ പൂർണ്ണമായി എഴുതിയിട്ടില്ലെങ്കിലും ആദ്യാക്ഷരങ്ങൾ കൊണ്ട് ആരാണെന്ന സൂചന ലഭിക്കും വിധമാണ് സംഭാവന വാങ്ങിയവരുടെ പേരുകൾ കർത്തായുടെ ഡയറിയിലുള്ളത്. എന്നാൽ ഇത് പാർട്ടിക്കുള്ള സംഭാവനയാണെന്നും അതിന് സമയാസമയം രസീത് നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ വിശദീകരിച്ചിരുന്നു. BJP ഇതര കേന്ദ്ര സർക്കാരുകളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഇന്ത്യ മുന്നണി പൊതുവെ ഉയർത്തുന്നതാണ്. നാളെ തങ്ങളെ തേടിയും ED വന്നേക്കാമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഫലമായി പിണറായി വിജയന് ഉണ്ടാകുന്ന ക്ഷീണം രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്നല്ലാതെ ED അന്വേഷണത്തെ അമിതോത്സാഹത്തിൽ പിന്തുണയ്ക്കാൻ അവർ തയ്യാറാകുന്നില്ല, പരസ്യമായി തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. മാതൃഭൂമിയുടെ ഈ വാർത്തയും സൂചന നൽകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്കാണ്. കോൺഗ്രസിലേക്ക് നീളുന്ന EDയുടെ വരവിൻ്റെ ആദ്യഘട്ടമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ED റെയ്ഡിന് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നും അത് കോൺഗ്രസ് മന്ത്രിസഭയെ തന്നെ പിടിച്ചു കുലുക്കാൻ പോന്നതാണ് എന്നും വേണം വിലയിരുത്താൻ. ഇപ്പോൾ രാഹുൽ ഗാന്ധി മുതൽ ഈ VD സതീശൻ വരെ പിണറായിയെ വില്ലനാക്കുന്ന ED റെയ്ഡിനൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ, പല നേതാക്കളും അന്തം വിട്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതിഷേധമുയർത്തിയ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരായ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തിൽ മുൻപ് ആദ്യം പ്രതിഷേധിച്ചത് CPM-ഉം പിണറായി വിജയനും ഒക്കെയായിരുന്നു. പിന്നാലെ ഇന്ത്യ മുന്നണി ഒന്നാകെ അണിനിരന്നു. ഇപ്പോൾ ഈ റെയ്ഡിൻ്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാണോ ഈ പിന്തുണ എന്ന് ആശങ്കപ്പെടുകയാണ് മുതിർന്ന നേതാക്കൾ. എന്നാൽ VD സതീശൻ്റെ പ്രതികരണം വെറുതെയാണ് ആ മൗനം എന്ന് അവർ കരുതുന്നില്ല. ഭാവിയിൽ മന്ത്രിസഭയിൽ തന്നെ ഭീഷണിയാകുന്ന ചെന്നിത്തലയെ അടക്കം മുൾമുനയിൽ നിർത്താനായാൽ അത് രാഷ്ട്രീയമായി സതീശന് ഗുണകരമാകും. സതീശൻ്റെ മൗനം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പലരും. ഉമ്മൻചാണ്ടിയൊക്കെ കളിച്ച രാഷ്ട്രീയത്തിൻ്റെ പുതിയ കാല വിദഗ്ധമായ പതിപ്പ് VD സതീശൻ കളിക്കുന്നു എന്നാണ് ഒരു പ്രമുഖ നേതാവ് ഓഫ് റെക്കോർഡായി പ്രതികരിച്ചത്. പുറമേ കഴിമതി വിരുദ്ധൻ എന്ന ഇമേജിനുള്ള സാധ്യതകൾ ഈ കേസിലുണ്ട്. അതുണ്ടാക്കാൻ VD സതീശന് കഴിയുന്ന സാധ്യതകൾ. കാരണം അദ്ദേഹം ഈ കേസിൻ്റെ ഡയറികളിലൊന്നും പേരില്ലാത്തയാളാണ്. ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ VS നിലപാടെടുത്തതുപോലെ VD സതീശന് സമാന സാഹചര്യം വീണു കിട്ടിയേക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ പ്രതീക്ഷ പുലർത്തുന്നത്. ഇതേസമയം മന്ത്രിസഭയെയും കോൺഗ്രസിനെയും വരുതിയിലാക്കാൻ BJPക്കും കേസ് ഉപയോഗിക്കാനാകും. അതുകൊണ്ട് ED റെയ്ഡിൽ വീണയുടെ പിണറായി അധ്യായം കഴിഞ്ഞാൽ അടുത്തത് എങ്ങോട്ടാണ് എന്നൊന്ന് ഉറ്റുനോക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.